കുറച്ച് പച്ച കുരുമുളക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ന് അത് വെച്ചിട്ട് നല്ലൊരു അടിപൊളി മീൻകറിയുടെ റെസിപ്പി നോക്കാം. ഈ പച്ച കുരുമുളക് ഇട്ട് മത്തി വറ്റിച്ചതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഇതുപോലെ മീഡിയം സൈസിലുള്ള കുറച്ച് മത്തി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം അതിനുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് കുറച്ച് പച്ചക്കുരുമുളക് ഇട്ട് കൊടുക്കുക. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. കുറച്ച് ഉള്ളി, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, എരിവിന് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി കൂടിയിട്ട് ഒരൽപ്പം വെള്ളം ഒഴിച്ച് ഇതൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കും. ഈ ഒരു മൺചട്ടിയിലാണ് നമ്മൾ മീൻകറി ഉണ്ടാക്കാൻ പോകുന്നത്. ചട്ടി അടുപ്പത്തോട്ട് വെച്ച് നല്ലോണം ചൂടായതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മൾ 1 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുന്നതുവരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഇതുപോലെ മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്കിതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കണം. അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിന് 2-3 പച്ചമുളകും നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന അരപ്പൊടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നതുവരെ നല്ലോണം വഴറ്റി തക്കാളിയൊക്കെ ഏകദേശം വാടി നമുക്ക് കിട്ടണം. അതുവരെ വഴറ്റി ഇതുപോലെ എടുക്കാം. ഇനി നമുക്ക് ഗ്രേവി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അരപ്പ് ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ എത്രയാണോ പുളി വേണ്ടത് അതിനാവശ്യത്തിന് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലോട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടെ ഇട്ട് നല്ലോണം കറി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ അരപ്പ് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ കറി നല്ലോണം ഒന്ന് തിളച്ച് വരണം. തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളെപ്പോഴും മീൻ കറിയിലോട്ട് ഇടുമ്പോൾ ഇതുപോലെ ഫൈനലായിട്ട് ഒരു വെള്ളം ഒഴിച്ച് കഴുകിയതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. എടുത്ത് വെച്ചിരിക്കുന്ന മീനെല്ലാം നമ്മൾ ഇതുപോലെ കറിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സ്പൂൺ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇട്ട് കൊടുത്ത മീനൊക്കെ ഈ അരപ്പിലൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. തിളച്ച് വന്നു കഴിയുമ്പോഴേക്കും ലോ ഫ്ലെയിമിലാക്കി നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇത് നല്ല അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ മത്തിക്കറി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുറച്ച് നേരം ഇരുന്ന് സെറ്റായി കഴിയുമ്പോഴേക്കും ഇതുപോലെ ചാറൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കറിയുടെ ചാറ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. കുറച്ച് ചാറ് അധികം വേണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. അതുപോലെ തന്നെ നല്ല വറ്റിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. രണ്ടും നല്ല ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെ ആയാലും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും പറ്റിയ അടിപൊളി ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത വീഡിയോയിൽ കാണാം.